എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ മെക്സിക്കൻ അപാരതയുടെ ഒരു ഷോവിന് എറണാകുളം സരിതയിൽ കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരത്തെ കഴിഞ്ഞ പല ഷോകളുടെയും നല്ല റെസ്പോൺസ് കേട്ടപ്പം ഒരു ധൈര്യമായി. അപ്പം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കൊച്ചു ചിത്രമായിട്ട് ഇറക്കിയ സിനിമ നിങ്ങളെല്ലാവരും കൂടി ഒരു ഇനീഷ്യൽ ഉണ്ടാക്കി തന്നു, വലിയ താരങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ പടങ്ങളും വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ വിജയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളും ഓടണം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തുടക്കം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ക്യാരക്ടറിനെ പറ്റി പല റിവ്യൂസിലും എഴുതിയിട്ട് കണ്ടു. എൻ്റെ കരിയർ ബെസ്റ്റാണ് സഖാവ് സുഭാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം അങ്ങനെ എന്താ പറയുക, അതെ, ആളെക്കൂട്ടലല്ല പാർട്ടിയുടെ പണി, ചെങ്കുറപ്പുള്ള നേരും നിറയുമുള്ള 2 പേരെങ്കിൽ 2 പേർ മതി ഈ പാർട്ടി. അതെ, അത് നമ്മുടെ പടത്തിലെ ഡയലോഗാണ്. നിങ്ങള് പൊന്നപ്പനല്ല തങ്കപ്പൻ, സൂര്യൻ മരണമാസാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. നിങ്ങൾ ഏറ്റെടുത്തു. ഇന്ന് ലൈവായിട്ട് ഞാൻ തിയേറ്ററിൽ വെച്ചതിൻ്റെ ഓരോ എന്താ പറയുക, ഓരോ ഡയലോഗിനും നിങ്ങൾ കാണിക്കുന്ന ഒരു റെസ്പോൺസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും ഒരേ സ്വരത്തിൽ ഇങ്ങനെ കലക്കി എന്ന് പറയുമ്പം ശരിക്കും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, അല്ലാതെ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം സന്തോഷമുണ്ട്. ടൊവിയും ഞാനും, ടൊവി ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് കണ്ടത്, ഞാൻ എറണാകുളത്ത് നിന്ന് കണ്ടത്. ഇപ്പം വൈകിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് ഒന്നുകൂടെ പോകുന്നുണ്ട്. അതേത് തിയേറ്ററാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പടത്തിലൂടെ പുതിയൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ജോമി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത, ഓൾറെഡി ജോമിയെ പറ്റി ട്രോളുകളൊക്കെ വന്നു തുടങ്ങി. വാവിലെ സലീം കുമാർ പറഞ്ഞ് ജോമി ഇതേ എന്റെ ഇപ്പം കാർ ഓടിച്ചുണ്ട്. ജോമിയുടെ ഡയലോഗുകളൊക്കെ ഓർമ്മയില്ലേ? പിന്നെ വളരെ സന്തോഷം. കാരണം തിയേറ്ററിൽ പടം ഇരുന്ന് കണ്ട് ആൾക്കാർ ചിരിക്കുന്നതൊക്കെ കണ്ടപ്പം വളരെ, സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയി ആൾക്കാർ ചിരിക്കുന്നത് കണ്ടിട്ട്. നമ്മളിതുപോലെ പല സിനിമകളും തിയേറ്ററിൽ ഇരുന്ന് കണ്ട സരിതയിലിരുന്നാണ് സിനിമ കണ്ടത് ഇവരുടെയൊക്കെ കൂടെ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളൊക്കെ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇനിയും തിയേറ്ററിൽ പോയി ഓരോ ചിരികൾ തരിക. എന്തായാലും വളരെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഈ സിനിമ. ടോം ഇമ്മട്ടിയും അനൂപ് കണ്ണൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, എന്താ പറയുക, അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി ജെനുവനായിട്ട് നിന്നിട്ടുണ്ട്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കും നന്നായിട്ട് വരുന്നത്. അപ്പം പിന്നെ പലരും വിചാരിച്ച പോലെ ശരിക്കും പറഞ്ഞാൽ പടം കണ്ടാൽ മനസ്സിലാവും, നമ്മളങ്ങനെ ഒരു പാർട്ടിയെയും താറടിച്ച് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും. അപ്പം എനിക്ക് തോന്നുന്നു ആത്യന്തികമായിട്ട് വിപ്ലവം എന്ന് ഏറ്റവും സോളിഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നേരിട്ട് വന്നിട്ട് ഹലോ അമൽ, സൂപ്പർ മൂവി എന്ന് പറയുന്നു അതിൽ മോഹൻ, മലയാള സിനിമയ്ക്ക് പുതിയ അഡ്രസ് രാശിയും, നിങ്ങൾ പൊളിയാട്ടോ, തല്ലിന് കൂടാഞ്ഞത് മോശമായി. ഞാൻ എൻ്റെ ആ കാര്യങ്ങളൊന്നും ഇപ്പൊ ചർച്ച ചെയ്ത ആൾക്കാർ ക്ലൈമാക്സ് ഒക്കെ മനസ്സിലാക്കി, ഞാനിപ്പോ പറയുന്നില്ല. ഇത്രയും നല്ല റെസ്പോൺസിന് നന്ദി. ഇനി ഇത് കാണാത്തവര് പോയി കാണുക. നിരാശപ്പെടുത്താത്ത ഒരു രസമുള്ള പരിപാടിയാണ്. അപ്പം കൂടുതൽ തിയേറ്ററുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യും. നിങ്ങളുടെ റെസ്പോൺസ് നേരിട്ട് കാണാനായിട്ട് വരുന്നതായിരിക്കും. ടൊവി ഞാനും കൂടെ ഇന്നൊരു തിയേറ്ററിൽ പോകുന്നുണ്ട്. വരും ദിവസങ്ങളും തിയേറ്ററിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മെക്സിക്കൻ അപാരതയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു വലിയ ഹിറ്റാക്കി തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് see you again.